പ്രവാസ ലോകത്തിന് പ്രതീക്ഷയായി എയർ കേരള. ബസ് ടിക്കറ്റ് നിരക്കിൽ വിമാനയാത്രയുമായി എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ പറന്നുയരും. കേരളം ആസ്ഥാനമായുള്ള ആദ്യ വിമാന സർവീസായ എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരും. ഇതിനായി 5 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കമ്പനിയുടെ ഭാരവാഹികൾ നെടുമ്പാശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാജ്യത്തെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ച് ആഭ്യന്തര സർവീസുകൾ നടത്തുന്നതിനാണ് കമ്പനി ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. 2027 രാജ്യാന്തര സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സമയബന്ധിതമായ സർവീസുമാണ് എയർ കേരള യാത്രക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. സ്വന്തമായി വിമാനങ്ങൾ വാങ്ങാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. എന്നാൽ പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്താൽ തന്നെ ലഭിക്കാൻ ചുരുങ്ങിയത് 4 വർഷത്തെ കാലതാമസം എടുക്കും. അതുകൊണ്ടാണ് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. വാടകയ്ക്കെടുക്കുന്ന വിമാനങ്ങൾ ഏപ്രിലിൽ കൊച്ചിയിലെത്തിക്കും. സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ആണ് എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിക്കുന്നത്. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു. 76 സീറ്റുകളുള്ള വിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർവീസിനായി ഉപയോഗിക്കുന്നതെന്നും ഇതിലെല്ലാം എക്കോണമി ക്ലാസുകൾ മാത്രമായിരിക്കുമെന്നും CEO ഹരീഷ് കുട്ടി പറഞ്ഞു. വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. എംപിമാരായ ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA, എയർപോർട്ട് ഡയറക്ടർ ജി മാനു, എയർ കേരള വൈസ് ചെയർമാൻ അബ്ബൂസ് കല്ലട, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കീർത്തി റാവു, ഓപ്പറേഷൻ ഹെഡ് ഷാമോൻ സെയ്ദ് മുഹസദ് തുടങ്ങിയവർ സംസാരിച്ചു. എയർ കേരളയുടെ വരവ് മലയാളികളുടെ യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത്. പ്രവാസി മലയാളികളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ എയർ കേരളയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസ ലോകം.